കേരളത്തിൽ ക്രിമിനൽ സംഘങ്ങളെ അഴിച്ചുവിട്ട് CPM ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യസഭാ സീറ്റ് സദാനന്ദനെ പോലെയുള്ള RSS നേതാക്കൾക്കല്ല, പ്രാഗൽഭ്യം തെളിയിച്ചവർക്കാണ് നൽകേണ്ടതെന്നും സതീശൻ. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി VC. രജിസ്ട്രാർക്കെതിരെ VCയുടെ രൂക്ഷ വിമർശനം. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. CC മുകുന്ദൻ MLA CPI ജില്ലാ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് CPI ജില്ലാ കമ്മിറ്റി. CPI ജില്ലാ സമ്മേളനത്തിൽ അപസ്വരങ്ങൾ ഉണ്ടായെന്ന് CC മുകുന്ദൻ MLA. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. രോഗബാധയുടെ ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. തെരഞ്ഞെടുത്ത ഹരിതകർമ്മ സേനാ സമിതിയെ മാറ്റണമെന്ന പ്രമേയത്തെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ. ഭക്തജനങ്ങൾക്ക് മഴ നനയാതെ ദർശനം നടത്തുന്നതിനായി പ്രത്യേക പന്തലുകൾ ഒരുക്കി. വാർത്തകളിലേക്ക് വിശദമായി. കേരളത്തിൽ ക്രിമിനൽ സംഘങ്ങളെ അഴിച്ചുവിട്ട് CPM ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. CPM ഗുണ്ടകൾ മാധ്യമപ്രവർത്തകരെയും പോലീസുകാരെയും പൊതുജനങ്ങളെയും വെല്ലുവിളിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച 4 സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന മുദ്രാവാക്യമാണ്. പിണറായി വിജയനാണ് കേരളത്തിലെ പോലീസിന്റെ മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹം ഭരിക്കുന്ന പോലീസിനെതിരായിട്ടാണ് കാസർഗോഡ് DYFIക്കാരും SFIക്കാരും പ്രകടനം നടത്തിയത്. എന്നിട്ട് പോലീസിനോടാണ് പറയുന്നത് കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. രണ്ടാമത് നമുക്കറിയാം, മണ്ണാർക്കാട് അഷ്റഫിനെതിരായിട്ട് ഇതേ മുദ്രാവാക്യം വിളിച്ചു. മാധ്യമ പ്രവർത്തകൻ ദാവൂദിനെതിരായിട്ട് ഇതേ മുദ്രാവാക്യം വിളിച്ചു. ഇപ്പോൾ CPMലുള്ള അവരുടെ KTDC ചെയർമാനായ PK ശശിക്കെതിരായിട്ടും അവർ മുദ്രാവാക്യം വിളിച്ചു. നേരത്തെ ASFന്റെ ഒരു ദളിത് വനിതാ നേതാവിനെ, വിദ്യാർത്ഥിനിയെ ക്രൂരമായി ആക്രമിക്കുകയും കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുകയും ചെയ്ത ഉടനെയാണ് അദ്ദേഹത്തെ SFI സെക്രട്ടറിയാക്കി പ്രൊമോഷൻ നടത്തിയത്. SFIയും DYFIയും എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തുള്ള ക്രിമിനൽ സംഘങ്ങളാണ്. CPM നേതാക്കൾ ക്രിമിനലുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ തകർച്ചയിലേക്ക് നയിക്കും. SFI സമരം ആഭാസ സമരമാണ്. PJ കുര്യന്റെ പ്രസ്താവന വിഷയത്തിൽ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയാണെന്നും സംഘടനാപരമായി കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നുമായിരുന്നു VD സതീശന്റെ മറുപടി. രാജ്യസഭാ സീറ്റ് സദാനന്ദനെ പോലുള്ള RSS നേതാക്കൾക്കല്ല, പ്രാഗൽഭ്യം തെളിയിച്ചവർക്കാണ് നൽകേണ്ടത്. വയനാടിനായി ജനങ്ങൾ സഹായിച്ച 742 കോടി ട്രഷറിയിൽ കിടന്നിട്ടും വാടക പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസിനെതിരെ വ്യാജ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. CC മുകുന്ദൻ MLAയുമായി കോൺഗ്രസ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. 100-ലധികം സീറ്റുമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തൃശൂർ DCC ആരംഭിച്ച കോൺഗ്രസിലേക്ക് കൂടണയാമെന്ന ക്യാമ്പയിന്റെ ഭാഗമായി എഴുത്തച്ഛൻ സമുദായ നേതാക്കൾക്ക് കോൺഗ്രസ് അംഗത്വം നൽകുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLAമാരായ PA മാധവൻ, MP വിൻസെന്റ്, അനിൽ അക്കര, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, CN സജീവൻ, VA രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ 100-ൽ പരം പേരാണ് കോൺഗ്രസിൽ ചേർന്നത്. അദ്ദേഹം ഇപ്പോൾ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് കോടതിയോട്ട് എനിക്ക് പറഞ്ഞു വലിയ ബന്ധം. സഹപ്രവർത്തകരുമെല്ലാം കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി VC. തൃശൂർ രാമനിലയത്തിലാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. സിൻഡിക്കേറ്റ് കൂടാതെ എങ്ങനെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയെന്നും അദ്ദേഹം ചോദിച്ചു. വൈസ് ചാൻസലറായ താൻ അധ്യക്ഷത വഹിക്കാതെ
സിൻഡിക്കേറ്റ് യോഗം എങ്ങനെയാണ് കൂടിയത്? രജിസ്ട്രാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും VC പറഞ്ഞു. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം വൈസ് ചാൻസലറോടോ സിൻഡിക്കേറ്റിനോടോ ചാൻസലറോടോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം നേരെ കോടതിയിൽ പോയി. അത് ചെയ്യാവുന്നതാണ്, ഏതൊരു പൗരനും ചെയ്യാവുന്നതാണ്. കോടതിയിൽ ചെന്നിട്ട് അദ്ദേഹം കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് വിശദമായി കേൾക്കാവുന്നു. പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എനിക്ക് പരാതിയില്ല, ഞാനത് പിൻവലിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന്. അപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ രേഖ എവിടെ കാണിച്ചിട്ടില്ല. ആരാണ് പിൻവലിച്ചതെന്നും ആർക്കും അറിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നാണ്. അതിന് സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല. സിൻഡിക്കേറ്റ് എങ്ങനെയാണ് കൂടുക? സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം. എന്നിട്ട് അതിലൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഉൾപ്പെടണം. ഇതൊന്നും നടന്നിട്ടില്ല. താൻ സർവകലാശാലയിൽ ചെന്നാൽ പോലീസിനും വിദ്യാർത്ഥികൾക്കും അടികിട്ടും. ഫയലുകൾ ഓൺലൈനിൽ പോലും നോക്കാനാകാത്ത സ്ഥിതിയാണ്. ഭരണസ്തംഭനത്തിന്റെ ഉത്തരവാദി താനല്ല. 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പുകാത്ത് കിടക്കുന്നു എന്നത് പച്ചക്കള്ളമാണ്. 400 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ഒപ്പിടാനുള്ളത്. ഓഫീസിൽ ചെന്നാൽ ഉടൻ അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. അതേസമയം താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. നിയമനം തെറ്റാണെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. TCV തൃശൂർ. സാംസ്കാരികമായി വളരെ ഉയർന്ന നിലവാരത്തിലുള്ള കേരളം രാജ്യത്തിന്റെ ഗുരുവാണെന്ന് ഗവർണർ വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. തൃശൂർ തെക്കേമഠം ആചാര്യരത്നം പുരസ്കാരം തരണനല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നമ്മുടെ സംസ്കാരത്തിന് വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ആദിശങ്കരാചാര്യരുടെ അവതാരം തന്നെ അനുഗ്രഹം നിറഞ്ഞതാണ്. പുതിയ തലമുറയ്ക്ക് വേദിക് പാരമ്പര്യ മൂല്യങ്ങൾ പകർന്നു നൽകാൻ കഴിയണമെന്നും സനാതനധർമ്മത്തിന്റെ കാവലാളായി നാം മാറണമെന്നും ഗവർണർ പറഞ്ഞു. തെക്കേമഠം മാനേജർ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ പൂർണിമ സുരേഷ്, പാർത്ഥസാരഥി സ്വാമിയാർ തുടങ്ങിയവർ സംസാരിച്ചു. It was many a times I feel delighted and I feel happy to attend such functions. But today I felt differently. I felt I was being blessed. By this function I am blessed. And because of the very presence of Nambudriji, whom we have felicitated. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. CC മുകുന്ദൻ MLA-യെ CPI ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് CPI ജില്ലാ കൗൺസിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. CPI ഭരണഘടനയനുസരിച്ച് നിലവിലെ കമ്മിറ്റിയിലെ 20% പേരെ ഒഴിവാക്കി പകരം 20% പേരെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CC മുകുന്ദൻ ഉൾപ്പെടെയുള്ള 11 ജില്ലാ കൗൺസിൽ അംഗങ്ങളെ ഏകകണ്ഠമായി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയത്. എന്നാൽ തന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ ഒഴിവാക്കിയത് എന്ന നിലയിൽ മുകുന്ദൻ്റേതായ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. CC മുകുന്ദൻ്റെ PAയുടെ പേരിൽ ആരോപണം ഉയർത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്ന് അന്നു തന്നെ മുകുന്ദൻ ഉൾപ്പെടുന്ന പാർട്ടി നേതൃത്വം പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സമ്മേളനത്തിൽ നിന്ന് മുകുന്ദൻ ഇറങ്ങിപ്പോയി എന്ന വാർത്തയും ശരിയല്ലെന്നും CPI ജില്ലാ കൗൺസിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. CPI ജില്ലാ സമ്മേളനത്തിൽ അവസരങ്ങൾ ഉണ്ടായെന്ന് CC മുകുന്ദൻ MLA തൃശൂരിൽ TCVയോട് പറഞ്ഞു. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. ചില വീഴ്ചകൾ ഉണ്ടായി എന്ന അഭിപ്രായവും അത് ശരിയല്ലെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാത്ത ചില ചർച്ചകൾ സമ്മേളനത്തിൽ നടന്നിട്ടുണ്ട്. കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയുമെന്നും മുകുന്ദൻ പറഞ്ഞു.
ചില അപസ്വരങ്ങളുണ്ടായി. പക്ഷേ അപസ്വരങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതൊക്കെ വളരെ ആലോചിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം വ്യാപകമായി വരേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇന്നലെ ഉണ്ടായ റിപ്പോർട്ടുകളനുസരിച്ച് റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ചില വീഴ്ചകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് സത്യവിരുദ്ധമായ പ്രസ്താവന എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ രീതിയിലുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് പരിശോധിക്കപ്പെടേണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. വളരെ സത്യസന്ധമായി നമ്മൾ ഉൾക്കൊണ്ട് ഭാവി കാര്യത്തെക്കുറിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലായിരിക്കണം നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നത്. ആ സാധാരണ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പനിയോടൊപ്പം ശക്തമായ തലവേദന, തൊണ്ടവേദന, പേശീവേദന, ചുമ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ക്ഷീണം, ഛർദി, തളർച്ച, കാഴ്ചമങ്ങൽ, മാനസിക വിഭ്രാന്തി, ബോധക്ഷയം എന്നിവയാണ് നിപയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ. നിപ വൈറസിനെതിരെയുള്ള പകർച്ചവ്യാധി നിരീക്ഷണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. രോഗബാധയുടെ ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും നിർദ്ദേശം നൽകി. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ജന്തുജന്യ രോഗ പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുമെന്നും DMO അറിയിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലിയേക്കരയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തടയാൻ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ ബൂത്തിലെത്തി വാഹനങ്ങൾ കടത്തിവിട്ടു. ടോൾ ബൂത്തിലെ കയറിൽ കെട്ടിയ വീപ്പകളും ഓഫീസിന് മുന്നിലെ ചെടിച്ചട്ടികളും വലിച്ചെറിഞ്ഞു. പിന്നീട് ടോൾ പ്ലാസയുടെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ടോൾ പ്ലാസ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഉപരോധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. KS സെന്തിൽകുമാർ, റോസൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുക, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ബെന്നി ബെഹനാൻ MPയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക, അന്യായമായ ടോൾ പിരിവ് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ചാലക്കുടി DYSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. തെരഞ്ഞെടുത്ത ഹരിതകർമ്മ സേനാ സമിതിയെ മാറ്റണമെന്ന ഭരണപക്ഷത്തിന്റെ പ്രമേയത്തെ ചൊല്ലി കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ കയ്യാങ്കളി. UDF LDF അംഗങ്ങൾക്ക് മർദ്ദനമേറ്റു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഭരണകക്ഷിയായ കോൺഗ്രസിലെ റിജു മാവേലി, ഷീമ ബെന്നി, ജിനി എന്നിവർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും LDFിലെ ശകുന്തള വത്സൻ, സജിത ഷാജി, VJ വില്യംസ് എന്നിവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. ജൂൺ 26 നടന്ന ഹരിതകർമ്മ സേന ഭരണസമിതിയെ തെരഞ്ഞെടുത്തിരുന്നു. ഇവരെ മാറ്റണമെന്നാണ് ഭരണപക്ഷം പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചത്. നിയമപരമായി നടന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി LDF അംഗങ്ങൾ ബഹളം വെച്ചു. പ്രമേയം പാസാക്കിയതോടെ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി കോൺഫറൻസ് ഹാൾ ഉപരോധിച്ചു. ഉപരോധക്കാർക്കിടയിലൂടെ ഭരണപക്ഷാംഗം റിജു മാവേലി കടന്നുപോകാൻ ശ്രമിച്ചതോടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമായി. പിടിവേലിയിലാണ് അംഗങ്ങൾക്ക് പരിക്കേറ്റത്. മണിക്കൂറുകളോളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി നിന്ന ഇരുമുന്നണിയിലെയും പ്രവർത്തകരെ വെള്ളിക്കുളങ്ങര പോലീസ് എത്തിയാണ് പിന്തിരിപ്പിച്ചത്. നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി തൃപ്രയാർ ക്ഷേത്രം. വ്യാഴാഴ്ചയാണ് തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിന് മുൻവശത്തെ നടപ്പന്തലിൽ ഭക്തർക്ക് വരി നിൽക്കാനായുള്ള കൈവരികളുടെ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്രം അതിലകത്ത് മഴ നനയാതെ ദർശനത്തിനായി കാത്തുനിൽക്കുന്നതിനുള്ള പന്തലുകൾ ഒരുക്കിക്കഴിഞ്ഞു. ദർശനത്തിനെത്തുന്നവർക്ക് പുലർച്ചെ മുതൽ ചുക്കുവെള്ളം, ചുക്കുകാപ്പി എന്നിവയുടെ വിതരണവും നടത്തും. ക്ഷേത്രം ഊട്ടുപുരയിൽ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും. പ്രത്യേക KSRTC ബസ്സുകൾ തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം സർവീസ് നടത്തും. പോലീസിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്.
സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കലും പൂർത്തിയായി. മുഖമണ്ഡപത്തിൽ സുന്ദരകാന്ഡ പാരായണം, തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുള്ള വൈദികർ ചൊല്ലുന്ന ഋഗ്വേദമുറജപം എന്നിവയും ഉണ്ടായിരിക്കും. വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ടിപ്പു സുൽത്താൻ റോഡിനിരുവശത്തുമായി നിജപ്പെടുത്തിയിട്ടുണ്ടെന്നും തൃപ്രയാർ ക്ഷേത്രം മാനേജർ അറിയിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ് എന്നിവർ അറിയിച്ചു. ഭക്തജനങ്ങൾക്ക് മഴ നനയാതെ ദർശനം നടത്തുന്നതിന് പ്രത്യേകം പന്തലൊരുക്കിയിട്ടുണ്ട്. നാലമ്പല ദർശന ദിവസങ്ങളിൽ പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം തുടങ്ങിയ വകുപ്പുകളുടെ സേവനങ്ങളും ക്ഷേത്ര പരിസരത്ത് ലഭിക്കും. വഴിപാടുകൾക്കായി ക്ഷേത്രത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കി. ഓൺലൈനായും ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നടത്താവുന്നതാണ്. വെള്ളിയിൽ തീർത്ത സംഗമേശ്വരന്റെ ലോക്കറ്റുകളും ഈ വർഷം മുതൽ ഭക്തർക്ക് വിതരണത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ നാലമ്പല തീർത്ഥാടനത്തിനായി യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊച്ചിൻ ദേവസ്വം ബോർഡ്. വടക്കുംനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തു നിന്നും രാവിലെ പുറപ്പെട്ട് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തിരികെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 350 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഈ മാസം 20, 27, ഓഗസ്റ്റ് 3, 9, 10 തീയതികളാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പുൽപ്പുരമന്തം ഭരതക്ഷേത്രം, കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രം എന്നിവ ഉൾപ്പെടുത്തി പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നാലമ്പല തീർത്ഥാടനത്തിനായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, സെക്രട്ടറി P ബിന്ദു, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് PS ശ്രീധരൻപിള്ളയെ മാറ്റി. അശോക് ഗജപതി രാജുവാണ് പുതിയ ഗോവ ഗവർണർ. രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. നേരത്തെ മിസോറാം ഗവർണർ ആയതിന് പിന്നാലെയാണ് ശ്രീധരൻപിള്ള ഗോവ ഗവർണറായത്. രാജ്യസഭയിലെ ഒഴിവുകളിലേക്ക് നാമനിർദ്ദേശം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പട്ടിക പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മാറ്റിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഹൈക്കോടതി വിധി വരാനിരിക്കെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ പ്രദേശങ്ങൾ അനുദിനം തകരുന്നു. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിലെ സർവീസ് റോഡുകൾ ഇതിനകം ശോചനീയമായി മാറി. ചെറുതും വലുതുമായ ഒട്ടനവധി കുഴികളും വലിയ ഗർത്തങ്ങളും ഗതാഗതം സങ്കീർണമാക്കി. നിലയ്ക്കാത്ത മഴയും റോഡിനെ ചെളിക്കുളമാക്കി. ചെളി നിറഞ്ഞു കിടക്കുന്ന റോഡിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. തകർന്ന റോഡിലെ നടുവൊടിക്കുന്ന യാത്ര ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. BJPക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപിക പത്രത്തിൽ വന്ന മുഖപ്രസംഗം ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. വേട്ടക്കാരന് കൈയടിച്ച് ഇരയെ തലയോടുകയോ എന്ന തലക്കെട്ടിൽ വന്ന മുഖപ്രസംഗമാണ് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത്. കേന്ദ്രവും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന BJPയുടെ നയങ്ങളിലെ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനകരമാണെന്ന് മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ദീപികയിൽ വന്ന മുഖപ്രസംഗത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് CBCA അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം. നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു. വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായും പരാതി.
വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ BJP കൗൺസിലർമാർ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നായിരുന്നു ആരോപണം. ബഹളത്തിനിടെ അജണ്ടകൾ പാസ്സായതായി അറിയിച്ച് ചെയർപേഴ്സൺ TK ഗീത ഓഫീസിലേക്ക് മടങ്ങി. തുടർന്ന് BJP കൗൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞുവെക്കുകയായിരുന്നു. പുറത്തുപോകാൻ ശ്രമിച്ച തന്നെയും കൗൺസിലർ അലീമ റഷീദിനെയും BJP കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി TK ഗീത ആരോപിച്ചു. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ധന്യഷൈനും അതുപോലെ എല്ലാ കൗൺസിലേഴ്സും എന്നെ വളരെയധികം ശക്തിയായി തടയുകയും ചെയ്തു. ഞാൻ നിർബന്ധപൂർവ്വം വാതിൽ തുറന്നപ്പോൾ എന്നെ സഹായിക്കുന്ന രീതിയിൽ അലീമ റഷീദ് എൻ്റെ അടുത്തേക്ക് വന്നു. അലീമ റഷീദിന്റെ മുഖത്തേക്ക് വാതിൽ വീണ്ടും ശക്തമായി അടച്ചപ്പോൾ അലീമ റഷീദിന്റെ മുഖത്തേക്ക് തട്ടുകയും ചെയ്തു. ഞാനൊരു വിധത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആണുങ്ങളായ കൗൺസിലേഴ്സ് എന്നെ തടയുകയും ചെയ്തു. അവരെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക്. വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ കൗൺസിലിൽ BJP കൗൺസിലേഴ്സ് ചെയ്തത്. അത് ആണെന്നോ പെണ്ണെന്നോ എന്ന വ്യത്യാസമില്ലാതെയാണ് ഞങ്ങളോട് ഇത്തരത്തിൽ വികാരപരമായ പെരുമാറ്റമാണ് ചെയ്തത്. എന്നാൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ പൂർണ്ണമായും അവഗണിച്ചതായി BJP കുറ്റപ്പെടുത്തി. ഇത് ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. യോഗം പിരിച്ചുവിട്ടത് ചോദ്യം ചെയ്ത BJPയുടെ വനിതാ കൗൺസിലർമാരെ ഭരണപക്ഷ കൗൺസിലർമാർ മർദ്ദിച്ചതായി പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആരോപിച്ചു. LDFന്റെ വാർഡിലേക്ക് മാത്രം 1,11,50,000 രൂപ വീതം വയ്ക്കുകയും BJPയുടെ വാർഡിലേക്ക് 1 രൂപ പോലും തരാത്തൊരു സാഹചര്യമാണ് ഇന്ന് കൗൺസിലിലെ ഈ അടിയന്തര കൗൺസിലിൽ വന്നിട്ടുള്ള അജണ്ടയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സന്റെ മുറിയിൽ അത് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ കൗൺസിലർമാർ ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി പെരുമാറുകയും അതുപോലെ ചെയർപേഴ്സണും 1-2 വനിതാ കൗൺസിലർമാരും ഞങ്ങളുടെ കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഇതിനെ ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു. തൃശൂർ പൂരത്തിന് ശേഷം 3 മണിക്കൂർ കൊണ്ട് പൂരപ്പറമ്പും നഗരവും തൊഴിലാളികൾ ശുചീകരിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ വൃത്തിയിൽ 2ാം സ്ഥാനവും കേന്ദ്ര GFC 5 സ്റ്റാർ റേറ്റിംഗിൽ പങ്കെടുക്കുന്നതിനുള്ള അംഗീകാരവും കോർപ്പറേഷൻ നേടിയിരുന്നു. ഈ നേട്ടങ്ങൾക്ക് നിർണായക പങ്കുവഹിച്ച തൊഴിലാളികളെയാണ് ആദരിച്ചത്. ടൗൺഹാളിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്കുള്ള ഹരിത സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ PK ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, കൗൺസിലർ ശ്യാമള വേണുഗോപാൽ, സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ക്ലസ്റ്ററുകളിലെ 685 തൊഴിലാളികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. കേരളത്തിൽ പട്ടയ വിതരണത്തിനുള്ള വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. തൃശൂർ താലൂക്ക് തല പട്ടയ വിതരണ മേള ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 1 ലക്ഷമാണ് പട്ടയ വിതരണത്തിലുള്ള കുടുംബ വരുമാന പരിധി. ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ഭാഗമായുള്ള ചട്ടങ്ങൾ അംഗീകരിച്ചുള്ള പുതിയ പ്രഖ്യാപനം ഉടൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഡിജിറ്റൽ റവന്യൂ കാർഡിലൂടെയും ഡിജി ലോക്കർ സംവിധാനത്തിലൂടെയും റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. പട്ടയമേളയിൽ 978 പട്ടയങ്ങൾ വിതരണം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തഹസീൽദാർ T ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. NK സുധീർ BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ അംഗത്വം സ്വീകരിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. AICC അംഗം, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചു. പിന്നീട് PV അൻവറിനൊപ്പം ചേർന്നിരുന്നു. BJPയിൽ ചേർന്ന NK സുധീറിന് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലും സ്വീകരണം നൽകി. വെള്ളക്കെട്ടൊഴിയാത്ത മനക്കൊടി പുള്ളു റോഡിൽ വാഹനയാത്ര നിലച്ചിട്ട് 50 ദിവസം. DYFI അരിമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കുളവാഴയും ചണ്ടിയും വാരി പ്രതിഷേധിച്ചു.
മനക്കുടി വാരിയമ്പടവിനോട് ചേർന്നൊഴുകുന്ന ഇറിഗേഷൻ മെയിൻചാലിൽ കുളവാഴയും കരിവാരിയും ചണ്ടിയും നിറഞ്ഞു കിടക്കുന്നതിനാൽ വെള്ളം പോകാൻ തടസ്സമായിരിക്കുകയാണ്. ഇതുമൂലം ഒരുപാട് ദൂരം വളഞ്ഞു സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. പാറളം, ചേർപ്പ്, ചാഴൂർ മേഖലകളിൽ നിന്നും അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ, കോൾ മേഖലകൾ വഴിയാണ് വെള്ളമൊഴുകി ഏനാമാവ് റെഗുലേറ്റർ വഴി കടലിൽ പോകേണ്ടത്. മഴക്കാലമായാൽ മനക്കുടി പുള്ളു പ്രദേശം മുതൽ പെരുമ്പുഴ വരെ ഇറിഗേഷൻ പ്രധാന ചാലിൽ കുളവാഴയും അതിനിടയിൽ ചണ്ടിയും കരിവാരിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. തടസ്സങ്ങൾ നീക്കേണ്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് മനക്കൊടി പുള്ളു റോഡിലും വാരിയമ്പടവിലും അഞ്ചുമുറിപ്പടവിലും വെള്ളം ഒഴിയാത്തതിന്റെ കാരണമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. മാത്രമല്ല, മനക്കൊടി പുള്ളു റോഡിൽ പലയിടത്തും റോഡ് താഴ്ന്നാണ് കിടക്കുന്നത്. അതിനാൽ ചാലിൽ കുളവാഴകൾ മൂലം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളം റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഒഴുകി പലതവണ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. റോഡ് 1 മീറ്ററോളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിമാർക്കടക്കം നിവേദനം നൽകിയിരുന്നു. പുള്ളുപാലത്തിന് സമീപത്തെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരുന്ന ചണ്ടിയും കുളവാഴയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാരിമാറ്റി. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ PS മിഥുൻ, KG വിഷ്ണുപ്രസാദ്, വരുൺ, അനന്തകൃഷ്ണൻ, അഖിൽ, വിദ്യാധരൻ, ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ പ്രതിഷേധം. ആശുപത്രി വികസന സമിതി അംഗങ്ങളും ജനപ്രതിനിധികളും വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ലാഘവ ബുദ്ധിയോടെയാണ് സർക്കാർ വിഷയത്തെ കാണുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആശുപത്രി വികസന സമിതി അംഗങ്ങളായ ലീല രാമകൃഷ്ണൻ, PV ബിജു, PG ജയദീപ്, ജനപ്രതിനിധികളായ സുരേഷ് അവണൂർ, IR മണികണ്ഠൻ, ബിന്ദു സോമൻ എന്നിവർ പങ്കെടുത്തു. UPയിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയി കാണാതായ ഗുരുവായൂർ സ്വദേശിയായ സൈനികന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. താമരയൂർ കൊങ്ങണം വീട്ടിൽ ഫർസീൻ ഗഫൂറിന്റെ ഭാര്യ സെറീനയാണ് ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് MB സ്നേഹലത എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. താമരയൂർ സ്വദേശി അഡ്വക്കേറ്റ് VV ജോയ് മുഖേനയാണ് ഹർജി നൽകിയത്. പൂനെയിൽ നിന്നും ഉത്തർപ്രദേശിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ കാണാതായ സൈനികൻ ഗുരുവായൂർ സ്വദേശി ഫർസീൻ ഗഫൂറിന്റെ വീട്ടിൽ NK അക്ബർ MLA സന്ദർശനം നടത്തി. ഫർസീൻ ഗഫൂറിനെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ നേരത്തെ MLAക്ക് പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് MLA മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൈമാറിയിട്ടുണ്ട്. ജൂലൈ 10 ഫർസീൻ അവസാനമായി കുടുംബവുമായി ഫോണിൽ സംസാരിച്ചത്. തബലമാന്ത്രികൻ ഉസ്താദ് സഗീർ ഹുസൈൻ്റെയും പിതാവ് ഉസ്താദ് അല്ലാ രഖയുടെയും സ്മരണാർത്ഥം കുടുംബവും ശിഷ്യന്മാരും ചേർന്ന് മുംബൈയിൽ നടത്തിയ ഗുരുപൂർണിമ ഹിന്ദുസ്ഥാനി കച്ചേരിയിൽ ഇടം പിടിച്ച് കോതച്ചിറ സ്വദേശി രവി വേണുഗോപാൽ. അല്ലാ രഖയുടെ സ്മരണയിൽ വർഷം തോറും നടത്താറുള്ള അനുസ്മരണ പരിപാടിയാണ് ഗുരുപൂർണിമ ഹിന്ദുസ്ഥാനി കച്ചേരി. ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സംഗീത പരിപാടിയിൽ എല്ലാ വർഷവും ലോകത്തെ മുൻനിര സംഗീതജ്ഞന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കാറുള്ളത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രഗത്ഭരുടെ കച്ചേരികൾക്കു ശേഷം സാഖീർ ഹുസൈന്റെ തബലവാദനമായിരുന്നു എല്ലാ വർഷത്തെയും പരിപാടിയുടെ പ്രത്യേകത. എന്നാൽ ഉസ്താദ് സാഖീർ ഹുസൈന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെയും പിതാവ് അല്ലാ രഖയുടെയും ഒരുമിച്ചുള്ള അനുസ്മരണയായി ഈ വർഷത്തെ ചടങ്ങ് നടത്തുകയായിരുന്നു. പണ്ഡിറ്റ് അനിതോ ചാറ്റാർജിയുടെയും മകൻ അനുഭദ്ര ചാറ്റാർജിയുടെയും കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിൽ തബല അഭ്യസിക്കുന്ന രവി കേരളത്തിലെ സ്കൂൾ, സർവകലാശാല കലോത്സവങ്ങളിലെ താരമായിരുന്നു. രാജ്യത്തിനകത്തും പുറത്തും പരിപാടികളും ക്ലാസുകളും സംഘടിപ്പിക്കുന്ന രവി വേണുഗോപാലൻ അമേരിക്കയിൽ സംഗീത പര്യടനം പൂർത്തിയാക്കി ജൂണിലാണ് തിരിച്ചെത്തിയത്. TCV ന്യൂസ്, കുന്നംകുളം. കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ പ്രതീകമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. കുടുംബശ്രീയുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തൃശൂർ പ്രസ് ക്ലബിന്റെയും പബ്ലിക് റിലേഷൻ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ, പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി G സതീഷ്, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ KK പ്രസാദ്, K രാധാകൃഷ്ണൻ, SC നിർമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു.
പേരാമ്പ്രയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 14 യാത്രക്കാർക്ക് പരിക്കേറ്റു. മണ്ണുത്തിയിലേക്ക് പോയിരുന്ന ഓർഡിനറി ബസ്സിന് പിന്നിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൈപ്പറമ്പിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. തൃശൂരിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് ബേക്കറി സാധനങ്ങൾ സപ്ലൈ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പിക്കപ്പ് വാൻ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതിയതായി സ്ഥാപിക്കുന്ന ഡിവൈഡറുകളിൽ മതിയായ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 20 വർഷം തികയുന്നു. ഇപ്പോഴും ആ നടുക്കുന്ന ഓർമ്മകൾ ഇവരെ വിട്ടുപോയിട്ടില്ല. 2005 ജൂലൈ 14 അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വനത്തിനുള്ളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും വെള്ളവും 2 ജീവനുകളാണ് കവർന്നെടുത്തത്. 5 വീടുകൾക്കും നാശമുണ്ടായി. വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്ക് 17 കിലോമീറ്റർ അകലെ ഉൾവനത്തിലുള്ള ആനപ്പാന്തം ഉന്നതിയിൽ അന്ന് കാടാർ വിഭാഗക്കാരായ 56 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. കാട്ടിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തിവന്നിരുന്ന ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം ഇരുട്ടി വെളുക്കും മുൻപേ മാറ്റിമറിച്ചത് 2005 ഉരുൾപൊട്ടലാണ്. ഉന്നതിയിലെ കുടിലിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 36 വയസ്സുള്ള ശാരദയ്ക്കും ഇവരുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം ഏറെ വൈകി. ചേറങ്കൈ വനത്തിലെ താൽക്കാലിക കുടിലുകളിൽ 5 വർഷത്തോളം ഇവർ കഴിഞ്ഞു. 2010 വെള്ളിക്കുളങ്ങരയ്ക്ക് 7 കിലോമീറ്റർ അകലെയുള്ള ശാസ്താംപൂവത്ത് വീടും 1/2 ഏക്കർ വീതം കൃഷിഭൂമി നൽകി ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. കുടിവെള്ളം, വൈദ്യുതി, അംഗനവാടി, കമ്മ്യൂണിറ്റി ഹാൾ, വനവിഭവ ശേഖരണ കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഇവിടെ ഏർപ്പെടുത്തി. കേരളത്തിലെ മികച്ച ജീവിത സാഹചര്യമുള്ള അപൂർവം ആദിവാസി കേന്ദ്രങ്ങളിലൊന്നായി ശാസ്താംപൂവത്തുള്ള ആനപ്പാന്തം ഉന്നതി ക്രമേണ മാറി. വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമവും വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യവുമാണ് ഇപ്പോൾ ഉന്നതിയിലെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. TCV ന്യൂസ്, കൊടകര. തമിഴ്നാട്ടിലെ തിരുപ്പതിയിൽ നിർത്തിയിട്ട ട്രെയിനുകൾക്ക് തീപിടിച്ചു. രാജസ്ഥാനിലെ ഹിസാറിൽ നിന്ന് തിരുപ്പതിയിലേക്ക് വന്ന ട്രെയിനിന്റെ ഒരു കോച്ചിലാണ് തീ ആളിപ്പടർന്നത്. തൊട്ടടുത്ത ട്രാക്കിൽ കിടന്ന റായലസീമ എക്സ്പ്രസിന്റെ ജനറേറ്റർ കോച്ചിലേക്കും തീ പടർന്നു. ജനറേറ്റർ കോച്ച് ഭാഗികമായി കത്തിനശിച്ചു. അതേസമയം ഹിസാർ തിരുപ്പതി ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകളും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിൽ തീപിടുത്തമുണ്ടായിരുന്നു. കാടുകയറിക്കിടന്ന എരവത്തൂർ ചിറ ഇനി സൗന്ദര്യം നിറഞ്ഞ പാർക്ക്. കുഴൂർ പഞ്ചായത്തിന്റെ ഈ സ്വപ്ന പദ്ധതിയായ പാർക്കിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷവും കുഴൂർ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നുള്ള 26 ലക്ഷം ചെലവഴിച്ചാണ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. പാർക്ക് കൂടാതെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും ഇതോടൊപ്പം നിർമ്മിച്ചിട്ടുണ്ട്. 2015 നെടുമ്പാശ്ശേരി റോഡ് നിർമ്മാണത്തിനിടയിൽ അന്നത്തെ MLA ആയിരുന്ന TN പ്രതാപൻ താൽപര്യമെടുത്താണ് സ്ഥലം കണ്ടെത്തിയത്. പിന്നീട് VR സുനിൽകുമാർ MLA ആണ് പാർക്കിനായി ഫണ്ട് അനുവദിച്ചത്. തുടർന്ന് പാർക്കിനൊപ്പം ടേക്ക് എ ബ്രേക്ക് പദ്ധതി, കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ജിം, പരിപാടികൾക്കായി സ്റ്റേജ്, ശൌചാലയ സൗകര്യം, ഭക്ഷണം കഴിക്കുവാനുള്ള സ്ഥലത്ത് മേൽക്കൂര എന്നിവയും ഒരുക്കി. ഇതിനായി വിവിധ ഘട്ടങ്ങളിലായി 26 ലക്ഷം രൂപയാണ് കുഴൂർ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചതെന്നും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അവർക്കായി ഉപയോഗിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. കുഴൂർ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഏറെ നാളത്തെ ആവശ്യവും അതുപോലെ തന്നെ ഒരു ആഗ്രഹവും തന്നെയായിരുന്നു ആരോഗ്യ വിനോദ പരിപാലനത്തിന് ഒരു പാർക്കും ജിമ്മും. നമ്മുടെ കുഴൂരിന്റെ വികസനത്തിന് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മളുടെ MP ശ്രീ ബെന്നി ബെഹനാനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അവர்களுം. അതുകൊണ്ട് തന്നെയാണ് കുഴൂർ വികസനത്തിന് നമുക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ട് നമ്മൾ പദ്ധതി രൂപീകരിക്കുകയും പൂർത്തീകരിക്കുകയും സാധിക്കുന്നത്. കുട്ടികൾക്ക് ഉല്ലസിക്കുവാനുള്ള നിരവധി ഉപകരണങ്ങളാണ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ മുതിർന്നവർക്കുള്ള കായികക്ഷമതാ ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 26-നാണ് ഉമ്മൻചാണ്ടി ചത്വരം പാർക്ക് ഔദ്യോഗികമായി തുറന്നുകൊടുക്കുന്നത്. എരവത്തൂരിലെ ജനങ്ങളുടെ ദീർഘമായുള്ള ആഗ്രഹമാണ് ചിറയിലെ പാർക്ക്. പാടവും ചിറയും ചേരുന്ന ഈ പ്രദേശം പാർക്കിന്റെ സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന എരവത്തൂർ ചിറയായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, മാള. പുന്നയൂർക്കുളത്ത് വീടിന് നേരെ ആക്രമണം നടത്തി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകി പ്രവാസി കുടുംബം. ചൊവ്വന്നൂർ താമസിക്കുന്ന തെക്കേപ്പുറം ഉണ്ണി എന്ന കോതോട്ടിൽ ഉണ്ണികൃഷ്ണൻ, സുഹൃത്ത് നൌഷാദ് എന്നിവരാണ് ആക്രമണം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു.
കഴിഞ്ഞ ദിവസമാണ് പൊന്നിയൂർക്കുളത്തെ പ്രവാസിയുടെ വീട്ടിലെ ജനാല ചില്ല് തല്ലിത്തകർക്കുകയും വാൾ വീശി വീട്ടുകാരെ ഭയപ്പെടുത്തുകയും കൃഷികൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്തത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഉണ്ണികൃഷ്ണൻ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട ഭാര്യയ്ക്കും മക്കൾക്കും താൽക്കാലികമായി സംരക്ഷണം കൊടുത്തതിനാണ് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ അക്രമം നടത്തിയതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഒല്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുവരുന്ന അസറ്റ് ലെഗസി എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും 25 കോടിയോളം നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ സ്ഥാപന ഉടമകൾ അറസ്റ്റിലായി. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ പെരുമ്പിള്ളിശ്ശേരി സ്വദേശി ചെന്തേക്കാട്ട് വീട്ടിൽ പ്രശാന്ത് നാരായണൻ, ചെയർമാനായ വെള്ളാനിക്കര സ്വദേശി സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത്. തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്തുകയാണ്. പ്രതികളുടെ പെരുമ്പിള്ളിശ്ശേരിയിലെയും വെള്ളാനിക്കരയിലുമുള്ള വീട്ടിലും സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസിലും പോലീസ് പരിശോധന നടത്തി. 60ഓളം നിക്ഷേപകരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഒല്ലൂർ ACP SP സുധീരന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പോർക്കുളം കോലാടിപ്പാടത്ത് പശുവിനെ വിഴുങ്ങാൻ പെരുമ്പാമ്പിന്റെ ശ്രമം. പോർക്കുളം സ്വദേശി എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ സ്മിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള 8 മാസം പ്രായമുള്ള പശുവിനെയാണ് പാമ്പ് വരിഞ്ഞു മുറുക്കിയത്. പശുവിനെ അഴിക്കാനെത്തിയ ഇദ്ദേഹത്തിന്റെ മകൻ അഭിനവ് കൃഷ്ണയാണ് പശുവിനെ പെരുമ്പാമ്പ് ചുറ്റിവരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇരുവരും ചേർന്ന് പശുവിനെ ബന്ധിച്ചിരുന്ന കയർ വലിച്ചതോടെ പാമ്പ് പശുവിനെ വിട്ട് സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഇഴഞ്ഞുകയറി. പാമ്പിന്റെ വരിഞ്ഞുമുറുക്കലിൽ പിൻവശത്തെ ഇരുകാലുകളിലെയും എല്ലുകൾ പല ഭാഗങ്ങളിലായി ഒടിഞ്ഞ നിലയിലാണ്. തുടർന്ന് കുന്നംകുളത്തെ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. വാണിജ്യം. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഒരു സുവർണാവസരം. സൗജന്യ വന്ധ്യതാ നിവാരണ ക്യാമ്പ് ഒരുക്കി പൂങ്കുന്നം കെയർ സെന്റർ. വന്ധ്യതാ ചികിത്സാ രംഗത്ത് പ്രശസ്തരായ പൂങ്കുന്നം കെയർ സെന്ററിലാണ് സൗജന്യ വന്ധ്യതാ നിവാരണ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന നിരവധി ദമ്പതികൾക്കാണ് ഇവിടെ ചികിത്സയിലൂടെ കൺമണികൾ പിറന്നിട്ടുള്ളത്. പ്രശസ്ത ഡോക്ടറും പൂങ്കുന്നം കെയർ സെന്റർ മാനേജിംഗ് ഡയറക്ടറുമായ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ചികിത്സകൾ നടത്തുന്നത്. ഡോക്ടർ നിർമ്മൽ കൃഷ്ണൻ, ഡോക്ടർ കെ മീര, ഡോക്ടർ KS സീജ, ഡോക്ടർ നിമ്മി നിർമ്മൽ, ഡോക്ടർ സിജു രവീന്ദ്രനാഥ്, ഡോക്ടർ അവിനാഷ് L നായർ, ഡോക്ടർ PK പ്രശാന്ത് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും പൂങ്കുന്നം കെയർ സെന്ററിൽ ലഭ്യമാണ്. വന്ധ്യത ഒരുപാട് കാലമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. അവർക്ക് ഒരുപാട് ടെസ്റ്റിനും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ആയിട്ട് കുറെ പൈസയും ചെലവായിട്ടുണ്ടാവും. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിലെന്തെങ്കിലും നമുക്ക് എളുപ്പം ലഘൂകരിക്കാനും അതിന് ബലം ഉണ്ടാക്കാനും പറ്റുന്ന വിധത്തില് ഒരു ക്യാമ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് പുവർ പേഷ്യൻസിനും കുറെ അഫോർഡ് ചെയ്യാനുള്ള വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൺസൾട്ടേഷൻ അതിന് പേഷ്യൻസിന് കിട്ടും. ചുരുങ്ങിയ ചെലവിൽ ചെയ്യാനും പറ്റും. അതാണ് ഉദ്ദേശം. ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ഫ്രീ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഒരു ഫ്രീ കൺസൾട്ടേഷൻ, സെമൻ അനാലിസിസ് ആൻഡ് ഒരു അൾട്രാസൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സർവീസസ്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഫർദർ ട്രീറ്റ്മെന്റ് വേണ്ടത് എന്നും അവരെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സൗജന്യ വന്ധ്യതാ നിവാരണ ക്യാമ്പിൽ ഫ്രീ കൺസൾട്ടേഷൻ, കൗൺസിലിംഗ്, സ്കാനിംഗ്, സ്പേം അനാലിസിസ് എന്നിവ സൗജന്യമാണ്. AUI, IVF, ലാപ്രോസ്കോപ്പി തുടങ്ങിയ ചികിത്സകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും പൂങ്കുന്നം കെയർ സെന്ററിൽ ആരംഭിച്ചിട്ടുള്ള സൗജന്യ വന്ധ്യതാ നിവാരണ ക്യാമ്പിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9020337000. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരളത്തിൽ ക്രിമിനൽ സംഘങ്ങളെ അഴിച്ചുവിട്ട് CPM ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യസഭാ സീറ്റ് സദാനന്ദനെ പോലുള്ള RSS നേതാക്കൾക്കല്ല, പ്രാഗൽഭ്യം തെളിയിച്ചവർക്കാണ് നൽകേണ്ടതെന്നും സതീശൻ. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി VC. രജിസ്ട്രാർക്കെതിരെ VCയുടെ രൂക്ഷ വിമർശനം. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. CC മുകുന്ദൻ MLAയെ CPI ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് CPI ജില്ലാ കമ്മിറ്റി. CPI ജില്ലാ സമ്മേളനത്തിൽ അപസ്വരങ്ങളുണ്ടായെന്ന് CC മുകുന്ദൻ MLA. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ.
രോഗബാധയുടെ ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. തെരഞ്ഞെടുത്ത ഹരിതകർമ്മ സേനാ സമിതിയെ മാറ്റണമെന്ന പ്രമേയത്തെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ. ഭക്തജനങ്ങൾക്ക് മഴ നനയാതെ ദർശനം നടത്തുന്നതിനായി പ്രത്യേക പന്തലുകൾ ഒരുക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.